നമസ്കാരം. ഇൻട്രൊഡക്ഷൻ ടു എക്കണോമെട്രിക്സ് ലെക്ചർ 3 എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനൂപ് ശശികുമാർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടു വേരിയബിൾ റിഗ്രഷൻ മോഡലിനെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ ഒരു ഓവർവ്യൂ കണ്ടു. റിഗ്രഷൻ എന്താണ്, കോറിലേഷൻ റിഗ്രഷൻ എന്നുള്ള വ്യത്യാസം, ബേസിക്സ് ഒക്കെ കണ്ടു. ഇന്ന് നമ്മൾ ചെറുതായിട്ട് ഈ റിഗ്രഷൻ എന്താണെന്നുള്ളതിന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കിടക്കുക. ഓക്കെ. റിഗ്രഷൻ അനാലിസിസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ പോപ്പുലേഷൻ മീൻ വാല്യൂ ഓഫ് ദ ഡിപെൻഡന്റ് വേരിയബിളിനെ നമ്മൾ ഈ ഫിക്സഡ് വാല്യൂസ് ഓഫ് ദ എക്സ്പ്ലനേറ്ററി വേരിയബിൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഇവിടെ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ഫിക്സ്ഡ് ആണ്, ഡിപെൻഡന്റ് വേരിയബിൾ സ്റ്റോക്കാസ്റ്റിക്. ഇതാണ് ഒരു പ്രിമൈസ്. ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യാൻ പോകും, ഈ എൻറ്റയർ ഡിസ്കഷൻ. ഇവിടെ എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ ഒരു 60 ഫാമിലീസ് ഉണ്ട്. അവരുടെ വീക്കലി ഇൻകം അതാണ് നമ്മുടെ എക്സ് വേരിയബിൾ. അവരുടെ വീക്കലി കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ് വൈ വേരിയബിൾ. ഈ 60 ഫാമിലീസ് നമ്മൾ 10 ഇൻകം ഗ്രൂപ്പ് ആയിട്ട് വേരി സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഡെക്കൈൽ മെഷേഴ്സ് പോലെ അങ്ങനെ വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ ജസ്റ്റ് റാൻഡം 10 ഗ്രൂപ്പായിട്ട് കാണാം. റാൻഡം 10 ഗ്രൂപ്പായിട്ട് എടുക്കും. ഈ ഓരോ ഗ്രൂപ്പിലും കൺസിഡറബിൾ ആയിട്ടുള്ള വേരിയേഷൻ ഉണ്ടാകും. ചില വിത്തിൻ ഗ്രൂപ്പ് വേരിയേഷൻ ഭയങ്കരമായിട്ടുണ്ടാകും. പക്ഷേ ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വിത്തിൻ ഗ്രൂപ്പ് വേരിയേഷൻ ഒഴിച്ചു നിർത്തിയാലും ഓൺ ആൻ ആവറേജ് ഇൻകം കൂടുന്നതിനനുസരിച്ച് കൺസംഷൻ എക്സ്പെൻഡിച്ചറും കൂടും. ഇതാണ് നമ്മളുടെ ഡേറ്റ. നമുക്ക് ഗ്രാഫിക്കലായിട്ട് നോക്കാം. ഇത് എന്ന് പറയുമ്പോൾ ഇതാണ് നിങ്ങളുടെ വീക്കലി ഇൻകം. 80, 100, 120, 140, 160 അങ്ങനെ ഇൻ ഡോളേഴ്സ്, രൂപയായിട്ടാണെങ്കിലും നോക്കിക്കോളൂ. 80 ഇൻകം ഉള്ളവരുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഈ കാണുന്ന 5 പോയിന്റ്സ് ഉണ്ടല്ലോ, ഇതാണ് ഇവരുടെ ഒരു നമ്പർ. ഇതാണ് അതിന്റെ ആവറേജ് വാല്യൂ. 100 ഉള്ളത് ഇത്രയും പേരാണ്. അവരുടെ വേരിയേഷൻ എത്രയാണ്? അവരുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇത്രയും ഒരു ഇതിൽ വേരി ചെയ്യുന്നു. 100 ഇൻകം ഉള്ളവർ. 120 ഉള്ളവരുടെ വേരിയേഷൻ എത്രയാണ്? 140 ഉള്ളവർക്ക് കുറച്ച് കൂടുതൽ വേരിയേഷൻ ഉണ്ട് ഇവരെ വെച്ച്. അതിന്റെ ആവറേജ് ഇത്. 260ന്റെ വേരിയേഷൻ ഇതാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഈ മീൻ വാല്യൂസിനെ എല്ലാം നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണക്ട് ചെയ്യുമ്പോൾ എന്താണ്, ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടും വിത്ത് ആൻ ഇൻക്രീസിംഗ് ഗ്രോത്ത്. ഇതൊരു കണ്ടീഷണൽ മീൻ ആണ്. കണ്ടീഷണൽ മീൻ എന്താണെന്ന് പറഞ്ഞാൽ ഇ ഓഫ് വൈ. വൈ എന്താണ്? കൺസംഷൻ എക്സ്പെൻഡിച്ചർ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഒരു പർട്ടിക്കുലർ എക്സ് ഉള്ളവരുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ അതാണ്. ഇത് അൺകണ്ടീഷണൽ മീൻ അല്ല, ഇത് കണ്ടീഷണൽ മീൻ ആണെന്ന് വെച്ചാൽ. അൺകണ്ടീഷണൽ മീൻ എന്ന് വെച്ചാൽ ജസ്റ്റ് ഇ ഓഫ് വൈ അങ്ങനെയാണ് എടുക്കുക. എക്സ്പെക്ടേഷൻ ആണ്, മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ. പക്ഷെ ഇത് കണ്ടീഷണൽ എക്സ്പെക്ടേഷൻ. ഒരു പ്രത്യേക എക്സ് ഉള്ള ഇതിന്റെ മീനാണ് ഇത്. അങ്ങനെ ആകുമ്പോൾ ഈ ഗ്രൂപ്പിന്റെ കണ്ടീഷണൽ മീൻ ഇതാണ്. ഈ വൈയുടെ ഈ ഗ്രൂപ്പ് വിത്തിട്ടുള്ള മീൻ ഇതാണ്. ഈ എക്സ് വെച്ചിട്ടുള്ള മീൻ ഇതാണ്. ഈ എക്സ് വെച്ചിട്ടുള്ള മീൻ ഇതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഓൺ ആൻ ആവറേജ് നമുക്കൊരു ഇൻക്രീസ് കാണാം അക്രോസ് ദ ഡിഫറെന്റ് ഗ്രൂപ്പ്സ്. ഓക്കെ. ഈ കണക്ട് ചെയ്ത ഈ കണ്ടീഷൻ മീൻ വാല്യൂസിനെ കണക്ട് ചെയ്താൽ നമ്മൾ ഇതിനെ പോപ്പുലേഷൻ റിഗ്രഷൻ ലൈൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ പോപ്പുലേഷൻ റിഗ്രഷൻ കർവ് എന്നും വിളിക്കാം, അല്ലെങ്കിൽ റിഗ്രഷൻ ഓഫ് വൈ ഓൺ എക്സ്. മൂന്നും ഒരേപോലെ വാലിഡ് ആണ്. എന്താണ് പോപ്പുലേഷൻ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് എൻറ്റയർ പോപ്പുലേഷനെ വെച്ചിട്ടാണ് നമ്മൾ ഈ അനാലിസിസ് നടത്തുന്നത്. നമ്മുടെ കയ്യിലുള്ള ഫുൾ ഡാറ്റ, നമുക്ക് 60 ഫാമിലീസ് ആണ് നമ്മളെ സംബന്ധിച്ചോളം ഈ സ്റ്റഡിയിലെ പോപ്പുലേഷൻ. ഈ ഫുൾ ഇതിന്റെ കണ്ടീഷണൽ മീൻസ് നമ്മളിങ്ങനെ കണക്ട് ചെയ്തു. അപ്പോ ഈ കണ്ടീഷണൽ മീൻസ് ഈ ഓരോ ഇൻകം ഗ്രൂപ്പിന്റെ ഓരോ ഫിക്സ്ഡ് എക്സിനുള്ള കണ്ടീഷണൽ മീൻസ് വിത്ത് റെസ്പെക്ട് ദാറ്റ് വൈയിലുള്ള വൈ കണ്ടീഷണൽ മീൻസ് കാൽക്കുലേറ്റ് ചെയ്ത് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലൈനാണ് പോപ്പുലേഷൻ റിഗ്രഷൻ ലൈൻ. ദിസ് ഈസ് ദ പോപ്പുലേഷൻ ദാറ്റ് വി ആർ ട്രൈങ് ടു സ്റ്റഡി. ഓക്കെ. ഇത് നമ്മൾ നേരത്തെ കണ്ടത് തന്നെ കുറച്ചുകൂടി സ്റ്റൈലൈസ്ഡ് ആയ ഗ്രാഫാണ്. ഇതാണ് ഇത് കാണുന്നുണ്ട്. ഇതാണ് ഇതിന്റെ വേരിയേഷൻ, ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ അറ്റ് ഈച്ച് പോയിന്റ്. ഇത് 80
വീക്കിലി ഇൻകം ഉള്ളപ്പോൾ അവരുടെ ആവറേജ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ 65ആണ്. പക്ഷെ ഇത് ഇവിടം വരെ പോകുന്നു, ഇതാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ. 140 വീക്കിലി ഇൻകം ഉള്ളപ്പോൾ അവർ ആവറേജ് 140 വീക്കിലി ഇൻകം ഉള്ളപ്പോൾ അവർ ആവറേജ് കൺസംഷൻ എക്സ്പെൻസ് 101 വന്നു. പക്ഷെ ഇത് ഈ 149 വരെയും പോകാം, ഇവിടെ നോക്കിയാൽ സേ ഒരു 63 വരെയും പോകാം. 220 ഇൻകം ഉള്ളവരുടെ ആവറേജ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 149 ആണ്. പക്ഷെ ഇതിന്റെ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് നോക്കിയാൽ ഇവിടെ പോലെ 101 വരെ പോകാം. കുറച്ചുകൂടെ മുകളിലേക്ക് വരുന്നത് എത്രയാണ്? സംതിങ് ലൈക്ക് 200. സോ ഇതാണ് കണ്ടീഷണൽ മീൻ. നമ്മൾ നേരത്തെ കണ്ട പോപ്പുലേഷൻ റിഗ്രഷനിലെ കുറച്ചുകൂടി സ്റ്റൈലൈസ്ഡ് ആയി വരച്ചു എന്നേ ഉള്ളൂ. സോ ഇതിനെ നമ്മൾ വായിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ ഗിവൻ എക്സ് ഈക്വൽ ടു 220. ഇത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ ഗിവൻ എക്സ് ഈക്വൽ ടു 140. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ ഗിവൻ എക്സ് ഈക്വൽ ടു 80. ഇങ്ങനെയാണ് ഇതിന്റെ ഇത്. ഈ പോയിന്റ്സിന്റെ എല്ലാം കൂടെ കണക്ഷൻ ആണ് നമ്മളുടെ പോപ്പുലേഷൻ റിഗ്രഷൻ ലൈൻ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കണ്ടീഷണൽ മീൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. E of y by xi, y given xi equal to f of xi. ഈ ഇക്വേഷനെ നമ്മൾ ഒന്നുകിൽ കണ്ടീഷണൽ എക്സ്പെക്ടേഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കും. പോപ്പുലേഷൻ റിഗ്രഷൻ എന്നും പറയാം, PRF എന്ന് പറയാം. അതാണ് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൈം. ഈ 2.2.1 നോക്കിയാൽ നമുക്ക് മനസ്സിലായി ഇതൊരു ഫംഗ്ഷണൽ, ഇതൊരു ജനറിക് ആണ്. EFI ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എഫ് ഏത് രീതിയിലാകാം, ലീനിയർ ആകാം, നോൺ ലീനിയർ ആകാം. നോൺ ലീനിയർ തന്നെ ക്വാഡ്രാറ്റിക് ആകാം, ക്യൂബിക് ആവാം, എക്സ്പോണൻഷ്യൽ ആവാം. നമുക്കറിയില്ല, പല നോൺ ലീനിയർ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ലീനിയർ ആയിട്ട് ചിന്തിക്കാം. എന്ന് വെച്ചാൽ PRF അഥവാ E of y given xi is a linear function of xi. എന്ന് വെച്ചാൽ E of y given xi equal to β1 plus β2 xi. ഇതാണ് ഒരു ലീനിയർ ഫോം, or linear function of. ലീനിയാരിറ്റി എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ലീനിയാരിറ്റി ഇൻ വേരിയബിൾസ് ആൻഡ് രണ്ട് ലീനിയാരിറ്റി ഇൻ പാരാമീറ്റേഴ്സ്. ഇവിടെ എന്ന് വെച്ചാൽ ലീനിയാരിറ്റി ഇൻ വേരിയബിൾസ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ റിഗ്രഷൻ കർവ് E of y given xi equal β1 plus β2 x square. അതൊരു രീതിയിലുള്ള ഇതാണ്. സെക്കൻഡ് ഇതെന്ന് വെച്ചാൽ conditional expectation of y is a linear function of the parameters betas. It may not be linear in the variable x, that is E of y given xi equal to β1 plus β2 x square i. ഇവിടെ ഇതിലൊരു ചെറിയൊരു ടൈപ്പോ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇത് β1 പ്ലസ് β2 സ്ക്വയർ xi എന്നാണ്. ലീനിയർ ഇൻ വേരിയബിൾസ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിലാണ് ലീനിയർ ആയിരിക്കുക. പാരാമീറ്റേഴ്സ്, മോഡൽ പാരാമീറ്റേഴ്സ് β1 പ്ലസ് β1ഉം β2ഉം ലീനിയർ ആയിരിക്കണമെന്നില്ല. അതാണ് ലീനിയർ ഇൻ വേരിയബിൾസ്. ലീനിയർ ഇൻ പാരാമീറ്റേഴ്സ് എന്ന് വെച്ചാൽ ഈ മോഡൽ അഥവാ നമ്മുടെ പോപ്പുലേഷൻ റിഗ്രഷൻ ലൈൻ ഓൺലി ലീനിയർ ഇൻ β1 ആൻഡ് β2. x2 ലീനിയർ ആവണമെന്നില്ല. സോ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന മോഡൽ എന്ന് പറയുന്നത് ലീനിയർ ഇൻ പാരാമീറ്റേഴ്സ് ആണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന മോഡൽസ് ലീനിയർ ഇൻ പാരാമീറ്റേഴ്സ് ആണ്. അപ്പോൾ E of y വിൽ ബി β1 പ്ലസ് β2 x സ്ക്വയർ i ആവും, സ്ക്വയർ റൂട്ട് ഓഫ് xi ആവും, എന്ത് വേണമെങ്കിലും ആവും. പക്ഷെ β1ഉം β2ഉം ലീനിയർ ആണ്. സോ നമ്മൾ കാണുന്ന മോഡൽ ലീനിയർ ഇൻ പാരാമീറ്റേഴ്സ് ആണ്. ഈ ഒരു വ്യത്യാസം നമ്മൾ ശരിക്കും ഓർത്തു വയ്ക്കണം. കാരണം ഈ ഒരു കൺഫ്യൂഷൻ വരുന്നതിനനുസരിച്ച് മോഡൽ തന്നെ മാറിയിട്ട്. ഓക്കെ, ഇതാണ് ഒരു വേറൊരു മോഡൽ, ക്വാഡ്രാറ്റിക് മോഡൽ. ഈ മോഡൽ ലീനിയർ ഇൻ പാരാമീറ്റേഴ്സ് ആണ്, ബട്ട് നോട്ട് ലീനിയർ ഇൻ വേരിയബിൾ. എന്താന്ന് വെച്ചാൽ y ഈക്വൽ ടു β1 പ്ലസ് β2 x പ്ലസ് β3 x സ്ക്വയർ, ക്വാഡ്രാറ്റിക് മോഡൽ. അടുത്തത് എക്സ്പോണൻഷ്യൽ, y ഈക്വൽ ടു e പവർ β1 പ്ലസ് β2 x. ഇവിടെ β1ഉം β2ഉം ലീനിയർ ആണ്. അടുത്തത് ക്യൂബിക് മോഡൽ, ഇതും ലീനിയർ ഇൻ പാരാമീറ്റേഴ്സ് ആണ്. β1 പ്ലസ് β2 x പ്ലസ് β3 x സ്ക്വയർ പ്ലസ് β4 x ക്യൂബ്. സോ ഈ ടൈപ്പ് മോഡൽസ് ആയിരിക്കും നമ്മൾ ഈ കോഴ്സിൽ ത്രൂ ഔട്ട് കാണും. ഓക്കെ,
ഇനി നമ്മൾ ഈ ഒരു മോഡൽ നോക്കി ആദ്യം പറഞ്ഞത് കണ്ടീഷണൽ മീൻ ഈക്വൽ ടു β1 പ്ലസ് β2 സ്ക്വയർ xi. ഇതൊരു നോൺ ലീനിയർ മോഡലാണ്, നോൺ ലീനിയർ റിഗ്രഷൻ മോഡൽ ഇൻ പാരാമീറ്റേഴ്സ്. സോ ഈ ഒരു പോയിന്റിൽ തുടങ്ങി നമ്മൾ ഒരു ലീനിയർ റിഗ്രഷൻ മോഡൽ എന്ന് വെച്ചാൽ ലീനിയർ ഇൻ പാരാമീറ്റേഴ്സ് ആണ്. ഈ ഒരു ടേബിളിൽ ഇതിന്റെ ഒരു സമ്മറി കൊടുത്തിട്ടുണ്ട്. മോഡൽ ലീനിയർ ഇൻ പാരാമീറ്റേഴ്സ് ആണെങ്കിൽ, ലീനിയർ ഇൻ വേരിയബിൾസ് ആണെങ്കിൽ ലീനിയർ മോഡലാണ്, നോട്ട് ലീനിയർ ഇൻ വേരിയബിൾസ് ആണെങ്കിൽ ലീനിയർ മോഡലാണ്. മോഡൽ ലീനിയർ ഇൻ പാരാമീറ്റേഴ്സ് അല്ല എങ്കിൽ വേരിയബിൾസിൽ ലീനിയർ ആണെങ്കിൽ നോൺ ലീനിയർ മോഡലാണ്, വേരിയബിൾസ് ലീനിയർ അല്ലെങ്കിൽ നോൺ ലീനിയർ മോഡലാണ്. ഈ ഒരു ടേബിളിൽ നോക്കിയാൽ നമുക്കിതിന്റെ ഫുള്ള് സമ്മറി ഇവിടെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഒരു ഇൻഡിവിജ്വലിന്റെ ഡീവിയേഷൻ, ഈ ഒരു എക്സ്പെക്റ്റഡ് വാല്യൂ എന്തുമാത്രം ഉണ്ടെന്ന് നോക്കി. ഒരു yi, നമ്മൾ നേരത്തെ കണ്ട y ആക്സിസിൽ ഒരു ഇൻഡിവിജ്വലിന്റെ കണ്ടീഷണൽ മീനുമായിട്ട് എന്തുമാത്രം വ്യത്യാസം, നമ്മളെ ഡിസ്ട്രിബ്യൂഷന്റെ കണ്ടില്ലേ. അപ്പൊ അതിനെ നമുക്ക് ui എന്ന് വിളിക്കാം. ui എന്ന് പറയുന്നത് yi മൈനസ് ഇ ഓഫ് വൈ ഗിവൻ xi, അതാണ് ഒരാളുടെ വേരിയേഷൻ. ഇതിനെ തിരിച്ചിട്ടാൽ yi ഈക്വൽ ടു ഇ ഓഫ് വൈ ഗിവൻ xi പ്ലസ് ui എന്ന് പറയാം. ഇവിടെ എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു y, ഒരു ഇൻഡിവിജ്വൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ മീൻ പ്ലസ് ഒരു സ്റ്റോക്കാസ്റ്റിക് ഡിസ്റ്റർബൻസ് ഓർ ദ സ്റ്റോക്കാസ്റ്റിക് എറർ. ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം? എക്സ്പെൻഡിച്ചർ ഒരു ഇൻഡിവിജ്വൽ ഫാമിലിയുടെ എക്സ്പെൻഡിച്ചറാണ് നമ്മളിവിടെ കാണുന്നത്. ഇൻഡിവിജ്വൽ ഫാമിലിയുടെ എക്സ്പെൻഡിച്ചർ നമുക്ക് ഇതിന്റെ ഒരു രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന്, ആ സെയിം ലെവൽ ഓഫ് ഇൻകം ഉള്ള ഫാമിലിയുടെ മീൻ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ഇതാണ് നമ്മുടെ സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ ഡിറ്റർമിനിസ്റ്റിക് കമ്പോണന്റ്. ui റാൻഡം അല്ലെങ്കിൽ നോൺ സിസ്റ്റമാറ്റിക് കമ്പോണന്റ് എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഫാമിലിയുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ആ ഒരു സെയിം ഇൻകം ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ ആവറേജ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് എ റാൻഡം അല്ലെങ്കിൽ ഒരു നോൺ സിസ്റ്റമാറ്റിക് എലമെന്റ്. നോൺ സിസ്റ്റമാറ്റിക് എലമെന്റിൽ ബാക്കിയുള്ള പല കാര്യങ്ങളാണ്, അവരുടെ പ്രിഫറൻസസ് കാണാം, അവരുടെ ഫാമിലി സൈസ് കാണാം, അവരുടെ ഒരു റിലീജിയസ് ഹാബിറ്റ്സ് കാണാം, പലതും കാണാം. അതെല്ലാം യുവിൽ പെടും. നമുക്ക് വേണമെങ്കിൽ ഈ യുവിനെ ഒരു ഒമിറ്റഡ് ഓർ നെഗ്ലക്റ്റഡ് വേരിയബിൾസിന്റെ ഒരു പ്രോക്സി ആയിട്ട് കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞ വേരിയബിൾസ് ഒക്കെ അല്ലേ, അതിന്റെ എല്ലാം പ്രോക്സി ആയിട്ട് കാണാം. ഇതെല്ലാം y ഇൻഫ്ലുവൻസ് ചെയ്യാം, പക്ഷെ നമ്മുടെ റിഗ്രഷൻ മോഡൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പോ നമുക്ക് ഇ ഓഫ് വൈ എക്സിൽ ലീനിയർ ആണെങ്കിൽ നമ്മൾ ആദ്യം കണ്ട ഇക്വേഷൻ ഉണ്ടല്ലോ, ഇ ഓഫ് വൈ ഗിവൻ xi പ്ലസ് ui, ഇതിനെ നമുക്ക് ഇതുമായിട്ട് ഈ β1 പ്ലസ് β2 xi കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ yi ഈക്വൽ ടു ഇ ഓഫ് വൈ ഗിവൻ xi പ്ലസ് ui എന്നുള്ളത് β1 പ്ലസ് β2 xi പ്ലസ് ui. ഇതാണ് നമ്മളുടെ പോപ്പുലേഷൻ റിഗ്രഷൻ ഇക്വേഷൻ. കാരണം നമ്മൾ ആക്ച്വലി ഓൾറെഡി ഇത് റിഗ്രഷൻ ലൈൻ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത്, റിഗ്രഷൻ ലൈൻ ഇതാണ് β1 പ്ലസ് β2 xi ഫോർ ആൻ ഇൻഡിവിജ്വൽ ഫാമിലി. ഈ കണ്ടീഷണൽ മീൻ പ്ലസ് എ റാൻഡം എലമെന്റ് ഉണ്ട്, ഇതുകൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ പോപ്പുലേഷൻ റിഗ്രഷൻ ഇക്വേഷൻ വരും. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വെച്ചിട്ട് എന്ത് കാണാൻ പറ്റും? ഒരു ഫാമിലിയുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അവരുടെ ഇൻകം പ്ലസ് ഡിസ്റ്റർബൻസ് ടൈം ആയിട്ട് ലീനിയർലി റിലേറ്റഡ് ആണ്. അപ്പോൾ ഒരു ഫാമിലിയുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ 80 ആണെന്ന് വെച്ചാൽ, ഒരു ഫാമിലിയുടെ ഇൻകം 80 ആണെന്ന് വെച്ചാൽ അത് നമ്മൾ അവരുടെ ഇൻഡിവിജ്വൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ നമുക്ക് ഈ പറഞ്ഞ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ β1ന്റെ വാല്യൂ അറിയാം, β2ന്റെ വാല്യൂ അറിയാം, പിന്നെ അത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് 80 വെച്ചിട്ട് ഇതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഈ രണ്ട് അപ്പോ ഇതെങ്ങനെ ചെയ്യും? നമ്മൾ ഈ രണ്ട് സൈഡിൽ എക്സ്പെക്റ്റഡ് വാല്യൂസ് എടുക്കും, എക്സ്പെക്ടേഷൻ എടുക്കും. ഇ ഓഫ് വൈ ഐ ഗിവൻ xi ഈക്വൽ ടു
ഇ ഓഫ് എക്സ്പെക്ടേഷൻ പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് xi. അപ്പൊ ഇവിടെ എന്താണ് പറ്റുക? E of yi given xi is equal to same as E of yi given xi. അതുകൊണ്ട് തന്നെ E of ui plus xi എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമുക്ക് 4.1ലെ രണ്ട് സൈഡിലെ എക്സ്പെക്ടേഷൻ എടുക്കാം. നമുക്ക് അതിലേക്ക് ഒന്ന് തിരിച്ചു 2.4.1 ഇതാണല്ലോ. ഇവിടെ നമ്മൾ കണ്ടീഷണൽ എക്സ്പെക്ടേഷൻ എടുക്കുന്നു E of yi given xi. ഇവിടെ നമ്മൾ E of yi given xi ഇതിന്റെ ഒരു എക്സ്പെക്ടേഷൻ എടുക്കുന്നു. ഇതിന്റെ എക്സ്പെക്ടേഷൻ കണ്ടീഷണൽ എക്സ്പെക്ടേഷൻ എടുക്കുന്നു വിത്ത് റെസ്പെക്ട് ടു എക്സ്. യുവിന്റെയും കണ്ടീഷണൽ എക്സ്പെക്ടേഷൻ എടുക്കുന്നു വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോഴും എന്താണ് പറ്റുകയെന്ന് വെച്ചാൽ എക്സ്പെക്ടേഷൻ അതേ വാല്യൂ തന്നെ കിട്ടും. അപ്പോൾ ഇതും ക്യാൻസൽ ഔട്ട് ആയി പോകും. അപ്പൊ നമുക്ക് എന്ത് പറ്റും? E of ui given xi equal to 0 എന്ന് കാണിക്കാം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? Conditional mean values of ui are 0. Okay. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? E of yi given xi equal to beta 1 plus beta 2 xi and E of y and yi equal to beta 1 plus beta 2 xi plus ui are equivalent if the conditional mean of the error term is equal to 0. ഇതൊരു വളരെ പ്രധാനപ്പെട്ട റിസൾട്ട് ആണ്. ഈ എറർ ടേമിന്റെ കണ്ടീഷണൽ എക്സ്പെക്ടേഷൻ 0 ആണ് എന്നുള്ളത്. ഈ ഒരു എറർ ടേമിന്റെ ബിഹേവിയർ അനുസരിച്ചാണ് നമ്മുടെ എൻറ്റയർ എക്കണോമെട്രിക് മോഡലിംഗ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഇത് റാൻഡം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണാം.